ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് പട്ടയും പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലകളുടെ പച്ചമണക്കം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 1-2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആവശ്യത്തിനുള്ള മല്ലിയിലയോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി പിന്നെ നമുക്ക് ചോറിനും പലഹാരത്തിനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.